ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശങ്കരൻ വീട്ടിൽ വന്നു. ശ്രീകാന്തേ ശ്രീകാന്തേ എന്ന് പറഞ്ഞു ഒച്ചത്തിൽ വിളിക്കുന്നു. ഈ ശബ്ദം കേട്ട് എല്ലാവരും ഓടി ഇറങ്ങി വന്നു കേട്ടോ. അപ്പൊ ദീപ്തി അങ്ങ് വന്നു. അവനെവിടെ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. അതോ അവൻ പുറത്ത് പോയിരിക്കുകയാണോ? അപ്പൊ മോളിലുണ്ടാച്ചാ വിളിക്കവനെന്ന് പറഞ്ഞു ദീപ്തിയെ പറഞ്ഞു വിട്ടു. ദീപ്തി വിളിക്കാൻ കയറി പോയപ്പോ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി മുകളിൽ ഇരിക്കുക, വർഷയും ശ്രീകാന്തും. അപ്പൊ അച്ഛൻ ഏട്ടനെ വിളിക്കുന്നു. അച്ഛനാകെ ചൂടിലാണല്ലോ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ദീപ്തി ചോദിക്കുക. വാ ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങി ചെല്ലുന്നു. അപ്പൊ എന്താ ശങ്കര കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവൻ വരുമ്പോ പറയാമെന്ന് ശങ്കരൻ അമ്മയോട് പറയുക. അപ്പൊ മകൻ ഭാര്യയും കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നു. അച്ഛൻ അവിടെ നിൽക്കുമ്പോ എന്താച്ചാ അച്ഛൻ വരുന്ന സമയം പറഞ്ഞിരുന്നു ഞാൻ വണ്ടിയും കൊണ്ട് വരുമായിരുന്നല്ലോ, ഞാൻ നാട്ടിലില്ല എന്ന് കരുതി എന്തും ചെയ്യാമെന്ന് തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അപ്പൊ നീ മിണ്ടി പോകരുതെന്ന് ശങ്കരൻ പറഞ്ഞു കേട്ടോ. ഒരിക്കൽ വേദയെ ഒഴിവാക്കാനായിട്ട് വിക്രമിന് പണം കൊടുത്ത് ഇവൻ എന്നെ അവളുടെ മുന്നിൽ നാണം കെടുത്തിയതാണെന്നൊക്കെ കാര്യങ്ങളെല്ലാം അച്ഛൻ ഇങ്ങനെ പറയണം. സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുക. പിന്നീട് ഒരിക്കൽ ഇവൻ വിക്രമനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് അവൾ ഇവിടെ വന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞെന്ന കാര്യങ്ങളും അച്ഛൻ എല്ലാവരുടെയും കേൾക്കെ മകനോട് പറയണം. അപ്പോഴെല്ലാം ഇവൻ പച്ച കള്ളം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. ശ്രീകാന്തിനെല്ലാം മിണ്ടാനുണ്ടോ? ഒരു മിണ്ടാട്ടോ ഇല്ല. എന്നിട്ടും ഇവന് ഇപ്പോഴും ഒന്നും അവസാനിപ്പിക്കാറായിട്ടില്ല അല്ലേ എന്നും ചോദിച്ചാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്നത്. പറയടാ, വിക്രമന്റെ ചേട്ടൻ വിശ്വനെതിരെ കള്ളക്കേസ് കൊടുക്കാൻ നീ ആര് പറഞ്ഞിട്ടാടാ തീരുമാനിച്ചത് ചോദിച്ചപ്പം അച്ഛാ ആ പണം കാണാതെ പോയത് തന്നെയാ എന്ന് ശ്രീകാന്ത്. പിന്നെ എന്തിനാടാ നീ കോടതിയിൽ നിന്ന് കേസ് പിൻവലിച്ചത് എന്ന് അച്ഛൻ ചോദിച്ചു. സത്യം പറയണം, എന്താടാ എന്തിനാ നീ കേസ് പിൻവലിച്ചതെന്ന്. അത് പിന്നെ വിക്രം ഇവിടെ വന്ന് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ നീ പേടിച്ച് കേസ് പിൻവലിച്ചു അല്ലേ? അച്ഛാ അത് ഞാൻ വിശ്വസിക്കണോടാ ശ്രീകാന്തേ? അപ്പത്തേക്ക് ശ്രീകാന്ത് പെട്ടു. ശ്രീകാന്തിനെ മൊത്തത്തിൽ പൂട്ടി അച്ഛൻ വന്ന്. വിക്രത്തിന്റെ ചേട്ടൻ വിശ്വൻ തെറ്റ് ചെയ്തിട്ടാണ് നീ അയാൾക്കെതിരെ കേസ് കൊടുത്തിരുന്നതെങ്കിൽ വിക്രം വന്ന് ഭീഷണിപ്പെടുത്തിയാൽ നീ അവനെതിരെയും കേസ് കൊടുക്കുകയായിരുന്നു വേണ്ടത്, അതായിരുന്നല്ലേ വേണ്ടിയിരുന്നതെന്ന് ചോദിച്ചു. ശ്രീകാന്തിന് മറുപടിയുണ്ടോ? മിണ്ടാട്ടം പോലും ഇല്ല. വിശ്വത്തിനെതിരെ നീ കോടതിയിൽ ഫയൽ ചെയ്ത കേസ് കള്ളക്കേസായിരുന്നു, അതല്ലേടാ സത്യമെന്ന് അച്ഛൻ ചോദിക്കുമ്പോ വർഷയും പേടിച്ച് നിൽക്കുക. കോടതിയിൽ വക്കീലന്മാരുടെ ഇടയിലുള്ള സംസാരം എന്താണെന്ന് അറിയോ? ജഡ്ജി ശങ്കരനാരായണൻ മകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഭർത്താവിന്റെ ചേട്ടനെ ജയിലിൽ അടയ്ക്കാൻ നോക്കി എന്ന്, അതിനുവേണ്ടി മകനെ ചട്ടം കെട്ടി അയച്ചെന്ന്. ഇതൊക്കെ നീ എന്നെ കേൾപ്പിച്ചില്ലേ? സത്യം മനസ്സിലാക്കിയ കോടതി മാപ്പ് പറയിച്ച് താക്കീത് നൽകി വിട്ടയച്ചു എന്ന്. ഇതൊക്കെ ഭാര്യയും അമ്മയും കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ഞാനും എൻ്റെ മകളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടും ഉണ്ടാകും, അതോടെ കഴിഞ്ഞു അത്. അല്ലാതെ അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇമ്മാതിരി ക്രൈം ചെയ്യുന്ന ഒരുത്തനല്ല ഞാൻ. എനിക്കതിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ളവരാണ് എൻ്റെ മക്കളെന്ന് നാട്ടുകാർ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം അച്ഛൻ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, സോറി അച്ഛാ സോറി എന്നും പറഞ്ഞ് നിൽക്കുമ്പം നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശ്രീകാന്തേ എന്ന് അച്ഛൻ നെരമോനോട് പറഞ്ഞു. വർഷയുടെ നേരെ ഒരു നോട്ടം നോക്കി. അതിനാരൊക്കെയാണ് നിനക്ക് കൂട്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്നും അച്ഛൻ മകനോട് പറയാ. വർഷ ചമ്മി വിളറെ ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷെ ഒരു കാര്യം നീ ഓർമ്മ വെച്ചോ, ഇതിന്റെയൊക്കെ പിന്നിൽ നിന്റെ ലക്ഷ്യം എന്റെ സ്വത്തും പണവും ആണെങ്കിൽ അതെങ്ങനെ ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്നും ശ്രീകാന്തിനോട് അച്ഛൻ അങ്ങ് പറഞ്ഞു. നിയമത്തിന്റെ വഴിവിട്ട് ശങ്കരനാരായണൻ ഇതുവരെ ജീവിച്ചിട്ടില്ല. ഒരിക്കൽ മാത്രമേ എനിക്ക് പിഴവ് സംഭവിച്ചിട്ടുള്ളൂ. അത് അവളുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയ ആ ഒരു ദിവസമാണെന്ന് അദ്ദേഹം പറയുവാണ്. അന്ന് മനസ്സിൽ തോന്നിയ ഒരു തെറ്റിന് ഞാനും പത്മവും ഒരുപാട് അമ്പലങ്ങളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടും ഉണ്ടെന്ന കാര്യവും പറഞ്ഞു. ഇതൊക്കെ കേട്ട് ദീപ്തി അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഇവിടെ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയവളെ അവളുടെ വഴിക്ക് വിട്ടവനാണ് ഞാൻ. അവളെ തിരിച്ചെത്തിക്കാനായി ഇനി ആരും ഒന്നും ചെയ്യണമെന്നില്ല എന്നും മരിക്കുന്നത് വരെ നീതിയുടെയും നിയമത്തിന്റെയും വഴികളിലൂടെ മാത്രം ജീവിച്ചു എന്ന അഭിമാനത്തോടെ മരിക്കാനെങ്കിലും എൻ്റെ മക്കൾ എന്നെ അനുവദിക്കണമെന്നും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് സംസാരിച്ച് മകനെ താക്കീത് കൊടുക്കുക. അതല്ല എന്നുള്ളതാണെങ്കിൽ മകളിറങ്ങിയ വഴിയിലേക്ക് തന്നെ മകനെയും അവന്റെ കുടുംബത്തെയും ഇറക്കി വിടാൻ ഞാൻ മടിക്കില്ല എന്നും മറക്കരുതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം താക്കീത് നൽകി. അത് ഓർമ്മയിൽ വേണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് കയറിപ്പോയി. നീ എന്തൊക്കെയാണ് ഈ കാട്ടി കൂട്ടിയിരിക്കുന്നതെന്ന് മുത്തശ്ശി അന്നേരം ചോദിക്കും. ഇവളുടെ അച്ഛനുമായി ചേർന്ന് ഇനിയും ആ മാഷിന്റെ കുടുംബത്തിന് നേരെ നീ ഒന്നിനും പുറപ്പെടണ്ട എന്ന് തന്നെയാണ് ശങ്കരൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇത് നീ ആവർത്തിക്കരുതെന്നും പറഞ്ഞ് മുത്തശ്ശി താക്കീത് കൊടുത്തു. പറഞ്ഞ് തിരുത്താനാണ് വർഷ നോക്കേണ്ടത്, അല്ലാതെ എരിവ് കയറ്റാനല്ല എന്നും പറഞ്ഞു കൊടുത്തിട്ട് മുത്തശ്ശിയും അവിടെ നിന്ന് അങ്ങ് പോയി. ശ്രീകാന്ത് കലി കയറി അവിടെ നിന്ന് അങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി. നമ്മുടെ
വിക്രം ബെഡ് വിരിച്ച് കിടക്കാൻ നോക്കുക. അപ്പൊ ഇതെന്താ വിക്രയി കാണിക്കുന്നത്, എന്തിനാ വിക്രം ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് ചോദിച്ചു വേദ. അപ്പൊ അത് എന്റെ ഇഷ്ടം, അതിലേക്ക് ഇടപെടാൻ നീ വരണ്ടാന്ന് പറഞ്ഞു. അത് 2 ബെഡ് അതിന്റെ ഇതാണ് പറയുന്നത്. അപ്പൊ എന്റെ വിധിയും ഇവിടെ തന്നെ കിടക്കാനായിരിക്കും അല്ലേ ചോദിക്കുമ്പോ, ഓ നിന്നോട് ഇവിടെ കിടക്കാൻ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഓ അപ്പം നിങ്ങൾ ആവശ്യപ്പെട്ടില്ല, പക്ഷേ ഞാൻ ആഗ്രഹിച്ചു പോയില്ലേ എന്ന് വേദ ചോദിക്കുമ്പോ എന്തോന്നു ഒന്നുമില്ല. അല്ല വിക്രം, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. വിശ്വേട്ടനെ പുറത്തിറക്കുന്നത് വരെ എന്നോട് ഇത്തിരി സൗഹാർദ്ദത്തിലൊക്കെ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോ വീണ്ടും വെട്ടുപൊത്തായോ എന്റെ വിക്രമ? അത് പിന്നെ ഒരു കാര്യം വന്നപ്പോ ഒരുമിച്ച് നിന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം നിന്നോട് ഇഷ്ടം ഉണ്ടായി എന്നുള്ളതല്ല എന്ന് പറയുമ്പം ഉറപ്പാണോന്ന് ചോദിച്ചു. അപ്പൊ എന്താ സംശയം? ഉറപ്പാ. ഞാൻ അല്ലെങ്കിൽ തന്നെ ആകെ ടയേർഡായിട്ടിരിക്കുക, കുറച്ചൊന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞ് വിക്രം കിടക്കാൻ നോക്കും. എന്നെ ഒന്ന് വെറുതെ വിടാവോന്ന് ചോദിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട് വിക്രമ, അതെന്നെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം എനിക്ക് തരണം. ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇന്ന് സമാധാനത്തോടെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാ എന്താന്ന് ചോദിക്കാൻ പറഞ്ഞു. വിക്രുവിന്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയത് എപ്പോഴാണ് വിക്രു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സ്വന്തം വിട്ട് നോക്കുക നമ്മുടെ വിക്രം. അല്ല, ഐ മീൻ നമ്മൾ തമ്മിലുള്ള ജീവിതത്തിലെ ഏത് മൊമെന്റിലാ വിക്രത്തിന് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ വിക്രം ചിരിച്ചു നെടുവേർപ്പിട്ടിങ്ങനെ ഇരിക്കുക. വിക്രം ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ ആകാംക്ഷയോടെ നമ്മുടെ വേദ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ വിക്രം ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുക വേദയെ. എപ്പോഴായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതെന്നും പറഞ്ഞ് വിക്രം പറയുമ്പോ വേദ പറ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ എടി മൊരമോക്കറിയും പച്ച ഓന്തേ കോഴം പോറ്റൻ എടി ഉരുളക്കിഴങ്ങ് മോറി എടി പോറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നിന്നെ വിവരദോഷി എന്നെങ്കിലും വിളിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ വിക്രമാദിത്യ, ഞാൻ നിന്നോട് എപ്പോഴാടി ഇഷ്ടം കാണിച്ചിട്ടുള്ളത്? ഏതെങ്കിലും നിമിഷത്തിൽ നിന്നോട് ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? ഉണ്ടോന്നാ ചോദിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഇല്ലേന്ന് ചോദിച്ചു വേദ. തറപ്പിച്ച് ചോദിച്ചപ്പോ വിക്രം സൈലന്റ് ആയി. ഇല്ലേന്നാ ചോദിച്ചത്. അപ്പത്തേക്കും വിക്രം തിരിഞ്ഞിരുന്നിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അല്ല, ഒരുറപ്പില്ലല്ലോ പറച്ചില്ല, അതെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ എന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. ശരി, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് തന്നെ കരുതിക്കോ. അപ്പോഴും ഒരു സംശയം ബാക്കിയുണ്ടല്ലോ വിക്രു. എന്ത് സംശയം? അല്ല, വിശ്വേട്ടനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ ശ്രീയേട്ടൻ നിങ്ങളോടൊരു കണ്ടീഷൻ വെച്ചിരുന്നില്ലേ? പിന്നെ കണ്ടീഷൻ നിന്റെ ചേട്ടന്റെ കണ്ടീഷൻസ് അനുസരിച്ചല്ലെന്ന് വെച്ചാൽ ഞാൻ പ്രവർത്തിക്കുന്നത്. ഒന്ന് പോടിയെന്നും പറഞ്ഞിരിക്കുമ്പോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല വിക്രു, പക്ഷേ കണ്ടീഷൻ വെച്ചിരുന്നു ഇല്ലേ, ശരിയല്ലേ എന്ന് ചോദിച്ചു. അന്നേരം വിക്രം ഇങ്ങനെ ഇരിക്കാം. എന്നെ തിരിച്ചയച്ചാൽ കേസ് പിൻവലിക്കുമെന്നായിരുന്നില്ലേ ശ്രീയേട്ടൻ പറഞ്ഞിരുന്നു ചോദിക്കുമ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല. ദർശൻ വരെ വന്ന് നിങ്ങളോടത് പറയുകയും ചെയ്തില്ലേ? എന്നിട്ടും നിങ്ങൾ എന്നെ കൊണ്ടാക്കിയില്ല. എന്താ അത് ഇഷ്ടം കൊണ്ടല്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ മിണ്ടാണ്ട് അങ്ങനെ തല തിരിച്ചിരിക്കുക. ആ ഒരു ഇഷ്ടം എപ്പോഴാണ് നിങ്ങൾക്കുണ്ടായി തുടങ്ങിയതെന്നാണ് എൻ്റെ ആ ഒരു ചോദ്യം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിക്രം പതുക്കെ എഴുന്നേറ്റിട്ട് അവിടുന്ന് ഏറ്റു നടക്കാനായിട്ട് തുടങ്ങി. നിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ നിന്നെ അവിടെ കൊണ്ടാക്കി എൻ്റെ ചേട്ടനെ ഞാൻ പുറത്തിറക്കിയിരുന്നെങ്കിൽ അത് നിന്റെ ചേട്ടന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയതിന് തുല്യമായനെ എന്ന് വിക്രം പറയാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടൊന്നും അല്ലെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ അറിഞ്ഞിട്ട് പോയിക്കോളാമെന്ന് വേദ പറഞ്ഞു. കോടതിയിൽ ഞാൻ കേസ് ജയിച്ച് വിശ്വേട്ടനെ പുറത്തിറക്കി കഴിഞ്ഞപ്പോ നിങ്ങളും ശ്രീയേട്ടനും കൂടി എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അതെന്താ? എന്തോ ശ്രീയേട്ടന്റെ കയ്യിൽ നിങ്ങൾ വെച്ചു കൊടുത്തല്ലോ. എന്താ അത്? അപ്പോ നിങ്ങളുടെ മുഖത്ത് ഒരു ചിരി ഞാൻ കണ്ടു. അതിനുശേഷം നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ശ്രീയേട്ടൻ വല്ലാണ്ട് പേടിക്കുന്നതായും എനിക്ക് തോന്നിയെന്നും വേദ പറയാം. അപ്പൊ വിക്രത്തിന് കാര്യം മനസ്സിലായി, ഇവള് എന്നെ ശരിക്കും അറിയുന്നുണ്ടെന്ന്. അപ്പൊ ശരിക്കും ഞാൻ അറിയാത്ത എന്ത് കാര്യം നിങ്ങൾ ഈ കേസിൽ ചെയ്തതെന്ന് വേദ ചോദിക്കാം. ശ്രീയേട്ടൻ ശരിക്കും കേസ് പിൻവലിക്കാനുള്ള കാരണം എന്താണെന്നും വേദ ചോദിക്കുക. അതെങ്കിലും എന്നോടൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പം വിശ്വേട്ടൻ പുറത്തിറങ്ങിയത് വേദാ ശങ്കരനാരായണൻ കേസ് വാദിച്ചത് കൊണ്ട് തന്നെയാണ്. വീട്ടിലും ആളുകൾക്കിടയിലും ഇപ്പൊ അതാണ് സത്യം. ആ ഒരു സത്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയുള്ള കാലം എന്ന് നമ്മുടെ വിക്രം പറയുമ്പോൾ വേദ ഒന്ന് ചിരിച്ചു. അപ്പൊ എന്നോട് പറയാത്ത മറ്റൊരു സത്യം അതിലുണ്ടെന്നർത്ഥം. അങ്ങനെ ഒരു സത്യം ഉണ്ടെങ്കിൽ ആ സത്യം അവിടെ ഇരുന്നോട്ടെ, നീ അത് തല പോഞ്ഞ് കണ്ടുപിടിക്കണ്ട. നോട് പോയി കിടന്ന് ഉറങ്ങ്. ഈ മുറിയിൽ ഇന്ന് ഞാൻ തനിച്ചുറങ്ങിക്കോളാമെന്നും പറഞ്ഞ് വിക്രം വേദയെ പറഞ്ഞു വിടാൻ നോക്കുന്നു. വേദ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോട ചീങ്കണ്ണി തലയാ എന്നും പറഞ്ഞോണ്ട് വിക്രത്തെ വിളിക്കാം. കാട്ട് കടന്നില്ലേ തവളപ്പൊട്ട, വാടാ ബാക്കി പറയടാന്ന് പറഞ്ഞു വേദ വഴക്കുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. നിക്കടി അവിടെയെന്നും പറഞ്ഞുകൊണ്ട് വിക്രം ചെന്നു. അപ്പത്തേക്കും വേദ ജീവനം കൊണ്ട് ഓടി. പിന്നെ വിക്രം ഒരു കള്ളച്ചിരിയൊക്കെ തിരിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുക, വേദയെ പറ്റി ആലോചിച്ച് സ്വപ്നമൊക്കെ കണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വർഷ അവിടെ കുഞ്ഞുവാവേനെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ചെന്നു. ശ്രീകാന്ത് അങ്ങ് ചെന്ന് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾ ഞാനാണ് വേറ്റി പറഞ്ഞയക്കുന്നതെന്ന്. അപ്പൊ അത് നീ വിട്ടേക്കാൻ പറയാം ശ്രീകാന്ത്. അല്ല, നിങ്ങളുടെ അച്ഛന്റെ മനസ്സിലെന്താ? അച്ഛൻ കൂടി പറഞ്ഞിട്ടല്ലേ ആദ്യം മുതലേ വിക്രമനെതിരെ കാര്യങ്ങൾ മൂവ് ചെയ്തത്. എന്നിട്ട്
കാശിക്ക് പോയിട്ട് വന്നതോടെ അയാളങ്ങ് മാറിപ്പോയോ എന്നൊക്കെ വർഷ ഇങ്ങനെ ശ്രീകാന്തിനോട് ചോദിക്കാം. വേദയെ അച്ഛൻ ഇങ്ങോട്ട് സ്വീകരിക്കില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ്. അവൾ ആ വീട്ടിൽ താമസിക്കുന്നതിൽ അച്ഛന് വിരോധമൊന്നുമില്ല. തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും ശ്രീയേട്ടൻ ചെയ്യണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് വർഷം ഇങ്ങനെ തിരുത്തി കൊടുക്കാം. കൂട്ടത്തിൽ മറ്റൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചായിരുന്നോ? മോള് പോയ വഴിയെ മോനും മോന്റെ കുടുംബവും ഇറങ്ങിപ്പോകേണ്ടി വരുമെന്ന് മനസ്സിലായായിരുന്നോ? അപ്പൊ ദേഷ്യം കൊണ്ട് മനുഷ്യർ എന്തൊക്കെ പറയുന്നു, അതൊക്കെ കാര്യമാക്കാനുണ്ടോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ ദേഷ്യം കൊണ്ട് മനുഷ്യന്മാർ പറയും, പക്ഷെ എനിക്കത് അങ്ങനെയല്ല തോന്നിയത് എന്ന് വർഷ ശ്രീകാന്തിനോട് പറയുക. അച്ഛന്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തൊക്കെ നാണം കെടുത്തിയെന്ന് പറഞ്ഞാലും സ്വത്തിന്റെ വലിയൊരു ഭാഗം അച്ഛൻ വേദയുടെ പേരിൽ എഴുതി വെക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അതിന് യാതൊരു സംശയവും വേണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ അച്ഛനും കൂടെ പ്ലാൻ ചെയ്തതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ അത് നടക്കണമെങ്കിലേ നിന്റെ ആങ്ങളയുടെ സപ്പോർട്ട് കൂടി വേണം. അതെങ്ങനെയാ? അവനിപ്പോഴും അവളെയും വിക്രമനെയും സഹായിക്കാൻ നടക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്തായാലും നീ കിടന്ന് ഉറങ്ങാൻ നോക്കുക, എനിക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് കയറി കിടന്ന് ഉറങ്ങാൻ നോക്കും. അപ്പൊ ശ്രീകാന്ത് ഉറങ്ങാൻ നോക്കുമ്പോൾ ദേഷ്യം വരുമ്പം എന്തൊക്കെ പറഞ്ഞാലും മകൻ എന്നുള്ളൊരു നിലയിൽ അച്ഛന് നിങ്ങളോട് വലിയ സ്നേഹം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്കറിയേണ്ടത് മറ്റൊന്നാണെന്ന് വർഷ പറയാ കേട്ടോ. എന്താന്ന് ചോദിച്ചു. വിക്രമന്റെ ചേട്ടനെ കൊടുക്കാൻ തീരുമാനിച്ചിറങ്ങിയ നിങ്ങള് വിക്രം വന്ന് എന്ത് പറഞ്ഞപ്പോഴാ പിന്മാറാൻ തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പോ അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. അന്നേരം വിക്രം ഭീഷണിപ്പെടുത്തിയപ്പോഴാണെന്നാണോ എന്ന് ചോദിക്കുമ്പം അതെ, അവൻ ശ്രീകാര്യം ശ്രീനിവാസനൊക്കെ ആയിട്ട് വലിയ കണക്ഷൻ അല്ലേ, വെറുതെ എന്തിനാ നമ്മൾ ഒരു കുഴപ്പത്തിന് പോകുന്നതെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പം ശ്രീകാര്യം ശ്രീനിവാസനും തമ്മിലുള്ള ബന്ധം ഇപ്പോഴൊന്നും ഉണ്ടായതല്ലല്ലോ, ആണോ? അത് അറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് വർഷ ചോദിക്കുക. ശ്രീകാന്തിനെ വർഷയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതെ, പക്ഷെ ഞാൻ പിന്നെ നിന്നെയും മോനെയൊക്കെ വിചാരിച്ചപ്പോ അത് തന്നെയാണോ ശ്രീയേട്ട കാര്യമെന്ന് ചോദിക്കുക വർഷ. അല്ലാണ്ട് പിന്നെന്താ കാര്യമെന്ന് ചോദിക്കുമ്പോ അല്ല, ആ വിക്രം ഏതോ ഫ്ലാറ്റിന്റെ കച്ചവടോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. അതൊന്നും ഇല്ല, അതൊക്കെ നമുക്ക് വെറുതെ തോന്നുന്നതാണെന്നൊക്കെ പറഞ്ഞ് തല ഊരാൻ നോക്കുക. ശ്രീയേട്ടൻ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അതെന്താണെന്ന് ശ്രീയേട്ടൻ തന്നെ പറയുന്നതല്ലേ നല്ലതെന്ന് വർഷ ചോദിക്കുമ്പം ശ്രീകാന്ത് എഴുന്നേറ്റിട്ട് രാവിലെ അച്ഛൻ വന്നപ്പോ പോയ സമാധാനം ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ നീയും സമ്മതിക്കില്ല അല്ലേ? ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലെങ്കിൽ പോയ വിക്രമനോട് പോയി ചോദിക്കടി, നാശം പിടിക്കാനൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശ്രീകാന്ത് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ വിശ്വൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും സോറി വിശ്വേട്ടാ, ഞാൻ പെട്ടെന്ന് ജോലി പോയ കാര്യം ഓർത്തില്ലെന്നും പറഞ്ഞ് ജോലിക്ക് പോണില്ലെന്ന് ചോദിച്ചുകൊണ്ട് വിനായകൻ വന്നു. അപ്പൊ നീ ഓർക്കാത്തൊന്നും അല്ല വിനായക, അവനൊന്ന് കുത്താൻ അവസരം കിട്ടിയപ്പോൾ അത് കളഞ്ഞില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അച്ഛൻ വന്നു. അയ്യോ അച്ഛാ, സത്യമായിട്ടും അങ്ങനെയല്ല, ഞാൻ വിശ്വേട്ടന് വേണമെങ്കിൽ ഞാൻ വേറൊരു കമ്പനിയിൽ ജോലി ശരിയാക്കി കൊടുക്കാം എന്ന് വിനായകൻ പറയുമ്പോൾ അമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അപ്പൊ വേണ്ട വിനായക, ഇനി നീയായിട്ട് അവന് ജോലി ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കണ്ട, ചെയ്തെടുത്തോളം മതി എന്ന് കമല വിനായകനോട് പറഞ്ഞു. അപ്പോഴത്തേക്കും നന്ദിനി അത് ശരി, അപ്പൊ അമ്മയും ഇവിടെ ബാക്കിയുള്ളവരുടെ വാക്കിട്ട് വിനയനെതിരെ തുടങ്ങിയെന്ന് ചോദിച്ചു. നന്ദിനി വന്നപ്പം ഞാൻ ആരുടെയും വാക്ക് കേട്ടിട്ടല്ല നന്ദിനി, വിനായകൻ ചെയ്തത് എന്താണെന്ന് എല്ലാവരും കണ്ട കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു. കോടതിയിലും അത് തെളിഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്തതെന്ന് ആണയിട്ട് ഞാൻ പറഞ്ഞല്ലേ അമ്മേ, വിശ്വേട്ടന്റെ കാല് പിടിച്ച് മാപ്പും പറഞ്ഞല്ലേ എന്ന് വിനായകൻ. എന്നിട്ടും ഇപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുമ്പോ വിനായക, ഞാൻ ഇനി ആരെയും കുറ്റപ്പെടുത്താനില്ല, എന്റെ വിധി അത്ര ഞാൻ കരുതുന്നുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ വിക്രവും വേദയും കൂടി അങ്ങോട്ടേക്ക് വന്നു. ഇവരുടെ സംസാരത്തിനിടയിൽ ഇത് കേട്ടു. ഇത്രയും കാലം ഇവന് ജോലിക്ക് പോകാനായിരുന്നു മടി, ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞപ്പോ ശ്രമിച്ചാൽ ഇനിയും ഒരു ജോലി സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന് വേദ പറഞ്ഞു. അതെ, ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് വിനായകൻ പറഞ്ഞപ്പം പക്ഷേ ആളിന്റെ ബാക്ക്ഗ്രൗണ്ട് അവർ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം അവർ അറിയില്ലേ എന്ന് നന്ദിനി ചോദിച്ചു. അതേ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞ് നന്ദിനി അവിടെയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തിടുക. അപ്പൊ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ല, വിശ്വേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം, പക്ഷെ ഒരിക്കൽ കേസും കോടതിയൊക്കെ ആയിട്ട് നടന്ന ആളിന്റെ പേരില് ആ ലേബല് അങ്ങനെ തന്നെ കിടക്കില്ലേ എന്ന് നന്ദിനി ഇങ്ങനെ ചോദിക്കുക. അപ്പോ നന്ദിനി കാര്യങ്ങളെല്ലാം വളരെ ചൊടിച്ച ഒരു പരുവത്തിൽ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ തന്നെ വിക്രത്തിന്റെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ കാണുന്നത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൂലിക്ക് തല്ലാൻ നടക്കുന്നവനായിട്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനി ഇങ്ങനെ വരുന്നു പറഞ്ഞു. അപ്പോ നന്ദിനി ഇങ്ങനെ ഘോര പ്രസംഗിക്കുന്ന സമയത്ത് മാഷ് നല്ല മറുപടി കൊടുത്തു. നമ്മളെ കുറിച്ച് മറ്റുള്ളവർ ഇന്നതാണ് വിചാരിക്കുന്നത് എന്നുള്ളൊരു ഒരു ചിന്ത മാറ്റുക. അവർക്ക് നിന്റെ മേലിൽ സംസാരിക്കാനൊരു കാരണം കിട്ടി, നാളെ മറ്റൊന്ന് കിട്ടുമ്പോൾ അത് മറക്കും, അത്രയും നീ നാട്ടുകാരെ പറ്റി കരുതിയാൽ മതി എന്ന് അച്ഛൻ വിശ്വന് പറഞ്ഞു കൊടുക്കാം. ശ്രീനിസാറിന്റെ കൂടെയുള്ള പുളിക്കന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ഒരു ഹോട്ടൽ ആരംഭിക്കുകയാണെന്ന് പറയുമ്പം അയ്യേ ഹോട്ടലിൽ സപ്ലയർ ആയിട്ടോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ
അതിനെന്താ നന്ദിനി മോശം? ആളുകളെ പറ്റിച്ച് കമ്മീഷൻ വാങ്ങിച്ച് ജീവിക്കുന്നതിനേക്കാളും ഭേദമല്ലേ ഇതെന്ന് ചോദിച്ചു ശ്രീജ. അതെന്താ ശ്രീജ ചേച്ചി അങ്ങനെ ഒരു വർത്താനം? വിനയേട്ടന് കിട്ടുന്ന ജോലിയുടെ ശമ്പളത്തിന്റെ പേരാണ് കമ്മീഷൻ, അല്ലാണ്ട് അത് ആരുടെ ഔദാര്യമൊന്നും അല്ലാന്ന് നന്ദിനി അന്നേരം പറഞ്ഞു. വിനായകൻ ഇങ്ങനെ നോക്കുക. അന്നേരം ആദ്യം നിങ്ങൾ ഇതൊന്നും നിർത്തി, ഞാൻ മുഴുവനും പറഞ്ഞില്ല എന്ന് വിക്രം പറഞ്ഞു. അപ്പൊ പറയാൻ പറഞ്ഞു വിക്രത്തോട്. അവസരവും കൊടുത്തു. വിശ്വേട്ട അവിടെ ക്യാഷറായിട്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ വേണമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വേട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് സമ്മതമാണെന്ന കാര്യം വിക്രം ഇങ്ങനെ പറയാട്ടോ. ഓ എന്നും പറഞ്ഞു നന്ദിനി നിൽക്കുക. ദഹിച്ചില്ല നന്ദിനിക്ക്. സമ്മതമാണെങ്കിൽ ഞാൻ വിളിച്ച് പറയട്ടെ എന്ന് ചോദിച്ചു. അത് നല്ലതല്ലേ വിശ്വേട്ട? അപ്പോ അതേ വിശ്വം, കാശ് കൈകാര്യം ചെയ്യുന്ന ജോലി തന്നെ നിനക്ക് വീണ്ടും കിട്ടിയെന്ന് അറിയുമ്പോൾ നീ ഒരു തെറ്റുകാരനല്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്യും എന്ന് നമ്മുടെ കമലയും പറഞ്ഞു. അപ്പൊ വേദയും പറഞ്ഞു അത് ശരിയാ വിശ്വമായിട്ടാണ്, അപ്പൊ അത് വേണ്ടാന്ന് വിശ്വം പറയാം. അപ്പൊ എല്ലാവരും ഇങ്ങനെ വിശ്വത്തെ അന്തം വിട്ട് നോക്കുക കേട്ടോ. അപ്പൊ എന്താ കാരണമെന്ന് അച്ഛൻ ചോദിച്ചു. ഇനി പണം കൈകാര്യം ചെയ്യുന്ന ഒരു ജോലി എനിക്ക് വേണ്ടച്ചാ. ഈ പണമെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുകയാണെന്ന് വിശ്വൻ അന്നേരം എല്ലാവരോടും പറഞ്ഞു. അപ്പം പണം കൈകാര്യം ചെയ്യുന്ന ഒരു ജോലി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അതും പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദിനി എന്തോ ഒരു കുരുവിന്റെ കാര്യം നിങ്ങളുടെ അച്ഛൻ പറഞ്ഞില്ല, എന്തോന്ന് അത്? അപ്പൊ അത് താഴ്സ്കരത്തിന്റെ കുരു. അതെന്നതാ? അത് നല്ല കഴിക്കുന്ന കാഞ്ഞിരത്തിന്റെ കുരു. എത്ര നാള് പാലിട്ട് വെച്ചാലും അതിന്റെ കയ്പ് മാറത്തില്ലെന്നാ അച്ഛൻ പറഞ്ഞത്. ഓ അപ്പൊ അത് ശരി. അത് അത് എന്റെ കുശുമ്പൊരിക്കലും മാറില്ലെന്നല്ലേ എന്റെ അർത്ഥം. കറക്റ്റ്. വെറുതെ അല്ലേ നിങ്ങളുടെ അച്ഛൻ ഈ ഗതി വന്നതെന്ന് പറയുമ്പോ ഏത് ഗതി വന്നത്? ഗതി പിടിക്കാത്ത 3 ആൺമക്കളുടെ തന്ത എന്ന ഗതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കയറിപ്പോയി നന്ദിനിയെ നോക്കി അന്തം വിട്ടിങ്ങനെ നിൽക്കുന്ന വിനായകനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചു. എല്ലാവരും കാണണേ. ടാറ്റാ.